ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷിനീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ മസാലകൾ അതുപോലെ തന്നെ ഇടുകയാണെങ്കിൽ പൊടിച്ചിട്ട് അല്ലാട്ടോ ഇടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ഉള്ളി വേഗം വാടി കിട്ടുന്നതിന് വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സമയം മൂടി വയ്ക്കാം. ഉള്ളിയും തക്കാളിയും ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചതച്ചത് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 2 കിലോ അരി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്ലാസ്സിന് 5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിന് അതിൻ്റെ ഇരട്ടി വെള്ളം എന്ന് പറഞ്ഞാൽ 10 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഇതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് മസാല ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിരിയാണി മസാല ആഡ് ചെയ്യാം. ഈസ്റ്റേണിൻ്റെ ബിരിയാണി മസാലയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കുറച്ച് മല്ലിച്ചപ്പ്, കുറച്ച് പുതിനയും കൂടി ആഡ് ചെയ്യാം. മസാല നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ മുന്നേ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള മസാല മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് ഉപ്പും കൂടിയിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. മസാലകളെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. ചിക്കൻ വെന്ത് വരുമ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മീതെ നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ചെറുനാരങ്ങയുടെ പകുതി അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ബിരിയാണി ഇവിടെ ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ സവാള ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണി